ഓ ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലെ കലാപരിപാടികളൊക്കെ തുടങ്ങാം. എന്തേ നിങ്ങളെല്ലാവരും ഒന്ന് ഓടി വായൂ, എൻ്റെ വീഡിയോ എല്ലാം കാണൂ, കണ്ടു സപ്പോർട്ട് ചെയ്യൂ. കുറേ ദിവസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. ഇങ്ങനെ രാവിലെ ദേ അരിയൊക്കെ അടുപ്പിടണം കേട്ടോ. എല്ലാവരും ഓടി വായൂ, വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ ദേ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, ഇല്ല, പറയാനുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകളിടുന്നത്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേ രാവിലെ ഞാൻ പാലിന് പാത്രം കൊണ്ട് വച്ചിട്ട് വരാം. ആദ്യം രാവിലെ അരിയൊക്കെ അടുപ്പിട്ടു. അവർ പാല് കയറാൻ വരുമ്പോൾ ഒരു 7:30 മണിയാവും. അതുകൊണ്ട് ഞാൻ പാലിന് പാത്രം കൊണ്ട് വച്ചിട്ട് വന്നു. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഒന്ന് വയ്ക്കാം. അപ്പം രാവിലെ ചിക്കൻ കറി വെച്ചാൽ കാപ്പിക്കാവും, പിന്നെ നമുക്ക് ഉച്ച ഊണിനും റെഡി. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ മീനൊന്നും കിട്ടാക്കില്ല കേട്ടോ. മീനൊക്കെ വളരെ കുറവാണ്. ഇവിടെയൊന്നും കൊണ്ടുവരേണ്ടതൊന്നും ശരിയല്ല. അതുകൊണ്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ച് 2 ദിവസം കൊണ്ട് കറി വയ്ക്കുകയാണ്. അങ്ങനെ രാവിലെ ഞാൻ കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, ചൂടായ വെള്ളം തന്നെ, എന്നാലും കുറച്ചുകൂടി ഒന്ന് ചൂടാക്കി രാവിലെ വെറും വയറ്റിൽ അങ്ങ് കുടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി കൊണ്ട് വച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിയെല്ലാം ചതച്ചെടുത്തു കേട്ടോ. ചെറിയ ഉള്ളിയും വലിയ ഉള്ളി ഒരു കഷ്ണം കേട്ടോ. ഒരു കഷ്ണം കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാളയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. പിന്നെ എല്ലാം കൂടി ചതച്ചു, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ചതച്ച്, ഉള്ളി, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അമ്മിയിൽ വിട്ട് ചതച്ചെടുത്തതാണ്. ഇതിൻ്റെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞളും എല്ലാം ഇട്ട്, ഗരം മസാലയൊക്കെ ഇട്ട്, ഗരം മസാല വീട്ടിലുണ്ടാക്കുന്നതാണ്. എന്നിട്ട് കുറച്ച് ചിക്കനേ ഉള്ളൂ, നമുക്ക് 2 ആളിൻ്റെ മതിയല്ല. അങ്ങനെ ചിക്കനൊന്ന് പുരട്ടി എടുക്കാമെന്ന് ചോദിച്ചു. വലിയ കറിയൊന്നും ഇല്ലാതെ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് കുറച്ച് വിറകൊക്കെ ഞാൻ റബ്ബർ ഉളയിൽ നിന്ന് കൊണ്ട് വച്ചിട്ടുണ്ട്. അതിനെയൊക്കെ പോയി എടുത്തിട്ട് വരാം. ഞാൻ ചാക്കിൽ കെട്ടി കൊണ്ട് വയ്ക്കുമ്പം കുറേ ദിവസം ഇരിക്കുമ്പോൾ അതങ്ങനെ ഇരുന്ന് ഉണങ്ങും. പിന്നെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുവച്ച് നമ്മൾ ആവശ്യത്തിനടുത്ത് കത്തിക്കാം. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ചാക്കുകളെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാക്കുകൾ പറക്കി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം പാലെടുക്കാൻ പോണതുകൊണ്ട് എന്നും കുറച്ച് പറക്കിയിടും. അങ്ങനെ കൊണ്ടുവരും. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് തിരളിയപ്പം ഉണ്ടാക്കി. ചക്കപ്പഴത്തിലാണ്. ചക്കപ്പഴവും ഗോതമ്പ് മാവും മാത്രമല്ല, ശർക്കര, ഏലക്ക എല്ലാം ഇട്ടിട്ടുണ്ട്, തേങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രി പുട്ട് അവിച്ച് പയറും നമ്മളെ ചിക്കൻ കറിയുമായിട്ടാണ് രാത്രി ഇന്ന് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത് രാത്രിത്തേക്കുള്ള പരിപാടിയാണ്. പക്ഷേ വീഡിയോ ഇട്ടപ്പം കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയമില്ല. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോഴേക്കും രാത്രി കുഞ്ഞന് ദോശ കൊടുക്കുന്ന പരിപാടിയാണ്. അവൻ വലിയ പ്രയാസമാണ് കഴിക്കാനൊക്കെ, പിടിച്ച് കെട്ടിയിട്ടാണ് അവന് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അവന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വെളി ചാടാൻ വേണ്ടിയുള്ള ബഹളമാണ്. പിന്നെ 5-6 ഷീറ്റൊക്കെ പുറത്ത് കിടന്നു. അതിനെയൊക്കെ പറഞ്ഞ് നമുക്ക് അകത്ത് കൊണ്ടിടാം. ഇന്നത്തെ കാലവിശേഷം എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.